ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലെ ട്രെയിനിങ് ഞാനീ പറഞ്ഞ പോലെ ഓരോ ടൈപ്പ് വാർഫെയറും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിൻ്റെ കൂടെ ബോക്സിംഗ് ഉണ്ട്, സ്വിമ്മിംഗ് ഉണ്ട്. ബോക്സിങ് നമ്മളെ പഠിപ്പിക്കും. അതിൻ്റെ ആദ്യത്തെ മൂന്നാമത്തെ ടേമിലാണെന്ന് തോന്നുന്നു. ഒരു കമ്പൽസറിയാണ്, നിങ്ങൾ ഒരു 3 മിനിറ്റ് ഒരു ബൗട്ട് ചെയ്തിരിക്കണം എല്ലാവരും. അത് നമ്മുടെ PT ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ കൂടെ ബോക്സിങ്ങിൻ്റെ ക്ലാസ് ഉണ്ടാവും. പിന്നെ സ്വിമ്മിങ്ങിൽ 50 മീറ്റർ മിനിമം. ഇപ്പോൾ എനിക്കൊന്നും പ്രശ്നമില്ലായിരുന്നു. ഞാൻ സ്വിമ്മിങ് ടീമിൽ മിലിറ്ററി അക്കാഡമിയിലെ സ്വിമ്മിങ് ടീമിൽ ആകാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ കുളത്തിലൊക്കെ സ്വിമ്മിങ് പഠിച്ച ആളാണല്ലോ. പക്ഷേ പലർക്ക് ഈ സിറ്റിയിൽ നിന്ന് വരുന്നവർക്കൊക്കെ അതൊരു ചലഞ്ചാണ്, ഈ 50 മീറ്റർ പാസ്സാകുന്നത്. ഏത് സ്റ്റൈൽ ചെയ്താലും മതി, തുടക്കത്തിൽ നിന്ന് 50 മീറ്റർ പാസ്സാകും. അത് പാസ്സായില്ലെങ്കിൽ അത് പാസ്സാകുന്നവരെ അവിടെ തന്നെ ഉണ്ടാവും. ഇല്ലെങ്കിൽ പിന്നെ റെലിഗേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതേ ടേമിൽ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ സ്വിമ്മിംഗ് ഉണ്ട്, ബോക്സിംഗ് ഉണ്ട്, അതിൻ്റെ കൂടെ ഹോഴ്സ് റൈഡിങ്ങും പഠിപ്പിക്കും. പിന്നെ ഒരു ചെറിയ രീതിയിൽ ഡ്രൈവിങ് പഠിപ്പിക്കും. ഡ്രൈവിങ് ഞങ്ങൾ പഠിച്ചത് ഒരു പ്രിലിമിനറി ആയിട്ട് പഠിച്ചത് നമ്മുടെ ജീപ്പും ട്രക്കിൻ്റെയും ഇടയ്ക്ക് ഒരു 110 എന്ന് പറഞ്ഞൊരു 110 നിശാൻ ഒരു ജാപ്പനീസ് വണ്ടിയാണ്. 4 ഒരു ഒരു ഓക്കെ സൈസാണ്. അതിലാണ് ഞങ്ങൾക്ക് ഒരു ഫീൽ ഓഫ് ഡ്രൈവിങ് തരുന്നത്. അല്ലാതെ അതിലൊരു എക്സ്പെർട്ടീസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ കൂടെ ഫയറിംഗ് ഉണ്ട്. ഞാൻ അത് പറഞ്ഞില്ല, ഫയറിങ്ങിൽ നിങ്ങൾ പാസ്സാവണം. പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് 10 മൈലും 2 മൈലുമാണുള്ളത്. അതിലൊരു പ്രയാസപ്പെട്ട ടെസ്റ്റുകളുള്ളത് BPET ബാറ്റിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. അതെല്ലാ ടേമിലും പാസ്സാവണം. എന്നാലേ അവർ ഈ ടേം ബ്രേക്കിൽ വീട്ടിലേക്ക് വിടുകയുള്ളൂ. എന്നാലേ പിന്നെ PT ചില മിനിമം മാർക്സ് ഉണ്ടാവണം. പിന്നെ ഫയറിങ്ങിൽ മിനിമം പോയിൻറ്റ്സ് ഉണ്ട്. അതെല്ലാം പിന്നെ അക്കാഡമിക്സിലെല്ലാം പാസ്സായിരിക്കണം. എങ്കിലേ നിങ്ങളെ അടുത്ത ടൈമിലേക്ക് വിടുകയുള്ളൂ. അപ്പോൾ അവിടുത്തെ ഈ 4ാമത്തെ ടേമിൻ്റെ ഏതാണ്ട് അവസാനത്തിലാണ് നിങ്ങൾക്ക് ചോയ്സ് കൊടുക്കാം, ഏത് ആമിലാണ് നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്നതെന്ന്. 3 ചോയ്സ് കൊടുക്കാം. ഇൻഫൻട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാൾപ്പട എന്ന് പറയുന്നതാണ്. നമ്മൾ ഇവിടെ അറിയുന്നത് മദ്രാസ് റെജിമെൻ്റ് ഉണ്ട്, നമ്മുടെ വെല്ലിംഗ്ടണിലാണ് അതിൻ്റെ ട്രെയിനിങ് സെൻറ്റർ. ആർട്ടിലറി എന്ന് പറഞ്ഞാൽ ഗൺസ്, മിസൈൽസ്, റോക്കറ്റ്സ്, ഇപ്പോഴത്തെ ഡ്രോൺ വരെയുണ്ട്. അതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നവരാണ് ആർട്ടിലറി. എഞ്ചിനീയേഴ്സ് ഉണ്ട്, അത് മൈൻ, ഒബ്സ്റ്റക്കിൾസ്, വാട്ടർ പോയിൻറ്റ്സ്, മൈൻ ലേയിങ്, അതൊക്കെ ചെയ്യുന്നതാണ് എഞ്ചിനീയേഴ്സ്. EME എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ എക്യുപ്മെൻറ്റ്, വണ്ടികളാകട്ടെ ഗണ്ണാകട്ടെ അതെല്ലാം റിപ്പയർ ചെയ്യുന്നവരാണ്. പിന്നെ സിഗ്നൽസ്, നമ്മുടെ ആർമിയിലെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഇപ്പോൾ കമ്പ്യൂട്ടറും ഒക്കെ ഉണ്ട്. എല്ലാ റേഡിയോ സെറ്റ്സ്, ടെലിഫോൺ, ഇതൊക്കെ ഡിവിഷൻ ആൻഡ് എബവ് അവരാണ് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ IT വന്നപ്പോൾ ITയും അവരതിനെയാണ് നോക്കുന്നത്. പിന്നെ സർവീസസ് ഉണ്ട്, എന്ന് വെച്ചാൽ ആർമി സപ്ലൈ കോർ, നമ്മുടെ റേഷൻ, പെട്രോൾ, ഡീസൽ അതൊക്കെ കൊടുക്കുന്നവരാണ്, അത് മാനേജ് ചെയ്യുന്നവരാണ്. പിന്നെ വെഹിക്കിൾസ്, നമ്മുടെ സ്റ്റോക്കിങ്ങിന് വേണ്ടി ട്രക്കുകളൊക്കെ ഓടിക്കുന്ന ഡ്രൈവേഴ്സ്, അതാണ് ASC ആർമി സപ്ലൈ കോർ. പിന്നെ ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർമിയിൽ കിട്ടുന്ന ഓൾ എക്യുപ്മെൻറ്റ്സ്, ഗൺസ്, വെഹിക്കിൾസ്, എല്ലാ ഇൻസ്ട്രുമെൻസും സപ്ലൈ ചെയ്യുന്നവരാണ്. പിന്നെ അമ്യൂണിഷൻ്റെ റിപ്പയർ ചെയ്യുന്നവരാണ്, അതാണ് ഓർഡിനൻസ്. ഇപ്പോൾ നമുക്ക് ഈ ചോയ്സ് കൊടുക്കാം. സാധാരണ ഈ ചിലർ ഇൻഫൻട്രി ഇതൊന്നും പോകാൻ താല്പര്യപ്പെടാതെ വേറെ ചിലയിൽ പോകാൻ നോക്കും. പിന്നെ അതിൽ കൂടെ ആർമി എയർ ഡിഫൻസ് ഇപ്പോൾ ഉണ്ട്. ഞാനുള്ളപ്പോൾ അത് നമ്മുടെ ആർട്ടിലറിയുടെ തന്നെ ഭാഗമായിരുന്നു. പിന്നെയാണത് ആർമി എയർ ഡിഫൻസായിട്ട് മാറുന്നത്. അപ്പോൾ ഈ 3 ചോയ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 20 പേർക്ക് അവർ ചോദിക്കുന്ന ഇത് കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക്, ഞങ്ങളുടെ കോഴ്സിൽ ഒരു 300 കേഡറ്റ്സ് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ആർട്ടിലറിയാണ് ഓപ്റ്റ് ചെയ്തത്. എൻ്റെ ആർട്ടിലറി, ഇൻഫൻട്രി, ആർമഡ് കോർ ഇങ്ങനെ ഇതാണ് ഞാൻ കൊടുത്തത്. എനിക്ക് എൻ്റെ ഫസ്റ്റ് ചോയ്സായുള്ള ആർട്ടിലറി തന്നെ കിട്ടി. കൂടുതൽ ആൾക്കാരും ആർട്ടിലറി ചേർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിലൂടെ അടുത്ത ഒരു പ്രധാനപ്പെട്ടത് പാസിംഗ് ഔട്ട് പരേഡ് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സെറിമണിയാണ്. ചെറ്റ്വുഡ് ഹാളിൻ്റെ ഒരു മെയിൻ ഡ്രിൽ സ്ക്വയറിൽ ഞാൻ സെക്കൻഡ് ടേമിലായിരുന്നപ്പോൾ അതിൻ്റെ പാസിംഗ് ഔട്ട് പരേഡിൽ നിന്ന് പുറത്തുനിന്നൊരു സല്യൂട്ട് സ്വീകരിക്കുന്ന ഒരു സീനിയർ ഓഫീസർ വരും. അതിന് വന്നത് 71 വാർ കഴിഞ്ഞുള്ള ഒരു ഫസ്റ്റ് ഇതിന് വന്നത് ജനറൽ മാനക്ഷയാണ്. അപ്പോൾ ജനറൽ മാനക്ഷയെ നേരിൽ കാണാൻ പറ്റി.
ഞങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിന് വന്നത് ഒരു ആർമി ഹെഡ് ക്വാർട്ടേഴ്സിലൊരു ജനറൽ ഹർപ്രസാദ് എന്ന് പറഞ്ഞ അഡ്ജുറ്റൻറ്റ് ജനറൽ ആയിരുന്നു. അദ്ദേഹമാണ് നമ്മുടെ സല്യൂട്ട് സ്വീകരിക്കുന്നത്. അതിനുള്ള പ്രൊസീജിയറൊക്കെ നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടു കാണുമായിരിക്കും. അതിൽ അന്തിം പദ് എന്ന് പറഞ്ഞുള്ള ഒരു വളരെ സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരു മാർച്ച് പാസ്റ്റാണ്. ഞങ്ങൾ അവിടുത്തെ ഡ്രില്ല് അതിൻ്റെ പരിസമാപ്തിയാണ് നമ്മുടെ ഈ സ്ലോ മാർച്ച് ചെയ്ത് ചെറ്റുവുഡിൻ്റെ ആ ഗേറ്റിലൂടെ കയറിപ്പോകുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും വളരെ കോരിത്തിരിപ്പിക്കുന്ന ഒരു ഓർമ്മയാണ് എനിക്ക് ഉണ്ടായത്. അപ്പോൾ അതോടുകൂടിയാണ് അവിടുത്തെ പരിശീലനം കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് അന്നത്തെ രാത്രിയിലാണ് നിങ്ങളുടെ പിപ്പിംഗ് പരേഡ് എന്ന് പറയുന്നത്. ആദ്യത്തെ നിങ്ങളുടെ സ്റ്റാർ തോളിൽ വയ്ക്കുന്നത് അന്നത്തെ രാത്രിയിൽ വലിയൊരു ഡിന്നർ ഉണ്ടാകും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അടുത്ത റിലേറ്റീവ്സിനെ ഇൻവൈറ്റ് ചെയ്യാം. 1-2 ദിവസം അവർക്ക് അവിടെ നിൽക്കാം. അതിനുള്ള അക്കോമഡേഷനും മെസ്സിങ്ങും എല്ലാം അക്കാഡമി തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്നത്തെ രാത്രിയിൽ ഈ ഒരു ഡിന്നർ ഇത് തുടങ്ങി രാത്രി 12 മണിക്ക് ലൈറ്റ് ഓഫ് ആകുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം മെസ് ഡ്രസ്സിലായിരിക്കും. ഇത് ബ്ലൂ പെട്രോൾ എന്ന് പറയുന്നത്, വിൻ്റർ ആണെങ്കിൽ ബ്ലൂ പെട്രോൾ എന്ന് പറഞ്ഞ ഒരു ഡ്രസ്സാണ്, ഇല്ലെങ്കിൽ വൈറ്റ് പെട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു കോട്ടും അതൊക്കെ ഇട്ടതാണ്. അതിൻ്റെ ഷോൾഡർ ഫ്ലാപ്പിൽ ഒരു സ്റ്റാർ രണ്ടിടത്തും ഇങ്ങനെ ഒരു ഫ്ലാപ്പിൻ്റെ അടിയിൽ വെച്ചിരിക്കും. ആ ടൈമിൽ നിങ്ങളെ പിപ്പ് ചെയ്യുന്ന ആളാണ് നിങ്ങളുടെ അടുത്ത അച്ഛനോ അമ്മയോ ആകട്ടെ, അവർക്കത് മാറ്റാനുള്ള പ്രിവിലേജ് അവരുടെയാണ്. അപ്പോൾ ലൈറ്റ് വന്നു കഴിയുമ്പോൾ അത്രയും 300 സെക്കൻഡ് ലെഫ്റ്റനൻറ്റ്സ് അങ്ങനെ ആർമിക്ക് കിട്ടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ടെക്നിക്കൽ ഗ്രാജുവേറ്റ്സ് MTech പാസ്സായവരും വരുന്നുണ്ട്. അവർക്കൊക്കെ ആണെങ്കിൽ 2 സ്റ്റാർ കിട്ടും. അവർക്ക് ഒരു 2 വർഷത്തെ അവർ എഞ്ചിനീയറിംഗ് ഡിഗ്രി പാസ്സായിട്ടാണല്ലോ പറയുന്നത്. അവർക്ക് ലെഫ്റ്റനൻ്റ് ആയിട്ടാണ്. അവർ സാധാരണ എഞ്ചിനീയേഴ്സിൽ EMEയിലേക്കൊക്കെയാണ് നേരത്തെ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അവിടുത്തെ പരിശീലനം പൂർത്തിയാകുന്നു. പിറ്റേ ദിവസം നമ്മൾ ഒരു കസം പരേഡ് നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം. ഞാൻ ഓർഡർ അനുസരിച്ച് എനിക്ക് കിട്ടുന്ന ഓർഡർ അനുസരിച്ച് എവിടെ വേണമെങ്കിലും സ്ഥലം, ജലം, വായു എവിടെയാണെങ്കിലും ഞാൻ പോകാൻ തയ്യാറാണ് എന്നുള്ളൊരു പ്രതിജ്ഞ സൈൻ ചെയ്ത് കൊടുക്കണം. അതിന് നമ്മുടെ സെറിമോണി ഡെസ്കിൽ പിറ്റേ ദിവസം ഞങ്ങളുടെ ബറ്റാലിയൻ്റെ അഡ്ജുറ്റൻറ്റിൻ്റെ ഓഫീസിലാണ് അത് സൈൻ ചെയ്യേണ്ടത്. അപ്പോൾ അന്ന് ഉള്ളത് ക്രോസ് ബെൽറ്റ്, പി ക്യാപ്പ്, ക്രോസ് ബെൽറ്റൊക്കെ വെച്ചാണ്. ക്രോസ് ബെൽറ്റ് പിന്നെ ഇപ്പം ഞങ്ങൾ ആർമിയിൽ ഉപയോഗിക്കുന്നില്ല. അതൊക്കെ ഇട്ടാണ് ഈ പ്രതിജ്ഞ ഒപ്പുവയ്ക്കുന്നത്. അതോടുകൂടി നമ്മൾ ഓഫീസറാകുകയാണ്. മിലിറ്ററി അക്കാഡമിയിൽ നിന്ന് കമ്മീഷൻ കിട്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഓഫീസർ പോകുന്നത് തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ ബേസിക് നോളജിന് വേണ്ടിയിട്ടുള്ള കോഴ്സിലേക്കാണ്. ഞാൻ പോയത് സ്കൂൾ ഓഫ് ആർട്ടിലറി ദേവലാലി, നാസിക്കിനടുത്തുള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ആർട്ടിലറിയുടെ ഓഫീസേഴ്സ് ട്രെയിനിങ് നടക്കുന്നത്. അവിടെ ഒരു 6 മാസത്തെ ട്രെയിനിങ്ങാണുള്ളത്. ആർട്ടിലറി എന്ന് പറഞ്ഞാൽ പീരങ്കിപ്പടയാണ്. അപ്പോൾ ഞങ്ങളുടെ പേഴ്സണൽ ഇതിന് റൈഫിളുണ്ടെങ്കിലും ഞങ്ങൾ ഫയർ ചെയ്യുന്നത് ഗണ്ണുകളാണ്, പീരങ്കികളാണ്. എല്ലാവർക്കും ഒരു സ്റ്റാൻഡേർഡ് ട്രെയിനിങ് കൊടുക്കുന്നത് 25 പൗണ്ടർ എന്ന് പറഞ്ഞ ഒരു ബ്രിട്ടീഷ് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് മുതൽ ഉണ്ടായിരുന്ന ഒരു ഗണ്ണാണ് 25 പൗണ്ടർ. 25 പൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഷെല്ലിൻ്റെ വെയിറ്റ് ഏതാണ്ട് 12 കിലോ വരും. അത് ഞാനീ പറഞ്ഞ പോലെ റേഞ്ച് ഒരു 13 കിലോമീറ്റർ വരെ പോകുന്ന റേഞ്ച് അന്നുണ്ട്. ഇപ്പോൾ അതിൽ കൂടുതൽ വേറെ ഗണ്ണുകൾക്കുണ്ട്. അപ്പോൾ ഇത് മാസ്റ്റർ ഗണ്ണായിട്ട് ഇതെങ്ങനെയാണ് ഫയർ ചെയ്യിക്കേണ്ടത്? ഈ ഒരു ഗണ്ണിൻ്റെ കൂടെ ഒരു 5 ആളുകളുണ്ട്. അതിൻ്റെ കമാൻഡർ ഒരു ഹവിൽദാറാണ്. അതിൻ്റെ നമ്പർ 2 ആയിട്ടൊരു നായിക്കുണ്ട്. അദ്ദേഹമാണ് ഇതിലുള്ള അമ്യൂണിഷൻ എവിടെയാണ്, എങ്ങനെയാണ് അത് ലോഡ് ചെയ്യുന്നതും അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു സൈറ്റ് എന്ന് പറയും, അത് എങ്ങോട്ടാണ് ഇതിൻ്റെ ബാരൽ വേണ്ടത്, എത്ര ദൂരത്തേക്കാണ് പോകേണ്ടത്, ആ ഒരു ഡേറ്റ ഒരു സൈറ്റ് എന്ന് പറഞ്ഞാൽ അതിലാണ് ഈ അപ്ലൈ ചെയ്താലേ അത് കഴിഞ്ഞിട്ട് ഒരു ടെക്നിക്കൽ പ്രൊസീജിയറുണ്ട്. അത് ചെയ്യുമ്പോഴാണ് അത് ബാരൽ അത്ര ഇങ്ങനെ മാറി ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് ഇത്ര ഇത്രയിൽ ആണ് ആ ശത്രു ടാർഗറ്റ് ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ ഗണ്ണിന് പറഞ്ഞു കൊടുക്കുന്നത്. അത് ചെയ്യുന്നത് ഒരു നമ്പർ 3 എന്ന് പറഞ്ഞ ഒരാളാണ്. അങ്ങനെ ഒരു 5 പേരാണ്. 2 അമ്യൂണിഷൻ നമ്പേഴ്സുണ്ട്, ഒരു കമാൻഡറുണ്ട്, ഒരു ഈ പറഞ്ഞ പോലെ
ലെയർ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ ബാരലിൻ്റെ ശരിക്കും അവസാനത്തെ അത് പറയുന്നത്. പിന്നെ GPO ഗൺ പൊസിഷൻ ഓഫീസർ എന്നാണ് ഞങ്ങൾ യങ്സ്റ്റേഴ്സ്. ഈ ഗണ്ണ് ഒരു ബാറ്ററിക്ക് 6 ഗണ്ണുകളാണുള്ളത്. 6 ഗണ്ണുള്ള ഒരു യൂണിറ്റിനാണ് ഞങ്ങൾ ബാറ്ററി എന്ന് പറയുന്നത്. അതാണ് ഒരു ബേസിക് ഒരു കാൽക്കുലേഷൻ എല്ലാം എടുക്കുന്നത് ഇത്ര ബാറ്ററി എന്നാണ്. അപ്പോൾ അതിൽ 6 ഗണ്ണുണ്ട്. ഈ 6 ഗണ്ണിനെ ഒരു 2 ട്രൂപ്പ് എന്ന 2 സബ് ഡിവിഷൻ ആക്കിയിട്ട് 3 എന്നാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഒരു ഗണ്ണ് ഈ 25 പൗണ്ടറിന് 5 പേര് വേണം. പക്ഷേ ഈ ബോഫോഴ്സൊക്കെ ആകുമ്പോൾ അത് 9 പേരൊക്കെ ആയിട്ട് മാറും. അപ്പോൾ ഇവരെ ഡിപ്ലോയ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ 6 ഗണ്ണ് ഇങ്ങനെ നിരത്തി നമുക്ക് ഇടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ആർമി ഈ എയറിൽ നിന്ന് അറ്റാക്ക് വന്ന ലൈനിലുണ്ടെങ്കിൽ ആ ലൈനിൽ എല്ലാ ഗണ്ണും കൂടെ പോകും. അതുകൊണ്ട് അതിനെ ഒരു ഒരു 100-120 യാർഡ് എന്ന് വെച്ചാൽ അത്ര മീറ്റർ, ഒരു 100 മീറ്ററിൻ്റെ ഫ്രണ്ടേജിലാണ് ഈ 6 ഗണ്ണുകളെ ഞങ്ങൾ ഒന്ന് മുമ്പിൽ ഒന്ന് പുറകിൽ ആ രീതിയിലാണ് അതിനെ ഡിപ്ലോയ് ചെയ്യുന്നത്. ഡിപ്ലോയ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ പ്ലാറ്റ്ഫോമിലൊക്കെ ആക്കി വയ്ക്കാനുള്ള അത് ഓരോ പ്രദേശത്തും അതെങ്ങനെ അതിൻ്റെ വല്ല ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്യാനും അതിനെ ഡിപ്ലോയ് ചെയ്യാനുമുള്ള ഗൺ പൊസിഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ഓഫീസറാണ് സാധാരണ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ യൂണിറ്റിലേക്ക് പോകുമ്പോൾ ഈ ഏതെങ്കിലും ഒരു ബാറ്ററിയിൽ ഗൺ പൊസിഷൻ ഓഫീസർ ആകും ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഒരു ഗണ്ണിൻ്റെ 6 ഗൺസും ഡിപ്ലോയ് ചെയ്ത് നമ്മുടെ മുമ്പിലുള്ള ഒബ്സർവേഴ്സ് എന്നാണ് അതിന് OP എന്ന ഒബ്സർവേഷൻ പോസ്റ്റ് എന്നാണ് പറയുന്നത്. അതും ഓഫീസറായിരിക്കും. അദ്ദേഹം തരുന്ന ടാർഗറ്റിൻ്റെ റെഫറൻസ് മാപ്പ് റീഡിങ്ങിൻ്റെ കാര്യം ഞാൻ IMAയുടെ പരീക്ഷയിൽ പറഞ്ഞിരുന്നല്ലോ, അവിടെ ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നടത്ത് ആണ് എനിമി, അവിടെയാണ് എനിക്ക് ഫയർ വേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. OP അങ്ങനെ നമ്മുടെ ഗൺ പൊസിഷൻ ചെയ്യുന്നത് ഈ 5-6 കിലോമീറ്റർ മുമ്പിലൊക്കെ ആയിരിക്കും സാധാരണ. എന്ന് വെച്ചാൽ ഇതിൻ്റെ റേഞ്ച് ഒരു 13 കിലോമീറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഒരു 4-5 കിലോമീറ്റർ പുറകിലായിരിക്കും സാധാരണ ഗൺ ഏരിയ ഉണ്ടാവുക. അപ്പോൾ ഈ ഗണ്ണിന് ഒരു ബാറ്ററിയെ ഡിപ്ലോയ് ചെയ്യാനുള്ള കഴിവ് എനിക്ക് തരുന്നത് ഈ 6 മാസത്തെ ട്രെയിനിങ് ആണ്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. യങ് ഓഫീസേഴ്സ് കോഴ്സിൻ്റെ ഏതാണ്ട് അവസാനം 6 മാസത്തെ ഒരു 5 മാസമൊക്കെ ആകുമ്പോഴാണ് നമ്മളെ അറിയിക്കുന്നത് ഏത് യൂണിറ്റിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ ആർട്ടിലറിയിൽ ഫീൽഡ് റെജിമെൻറ്റ്സ് ഉണ്ട്, മീഡിയം റെജിമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് കൂടുതലും ഉള്ളത്. എനിക്ക് കിട്ടിയത് 66 ഫീൽഡ് റെജിമെൻറ്റ്, 66 ഫീൽഡ് റെജിമെൻ്റ് എന്നാണ്. ആ റെജിമെൻറ്റിൻ്റെ കയ്യിലും അന്ന് 25 പൗണ്ടർ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഈ യൂണിറ്റ് ഉണ്ടായിരുന്നത് അന്ന് താൽബഹത്ത് എന്ന് പറഞ്ഞാൽ ഝാൻസി ബബീനയുടെ അടുത്തുള്ള ഒരു മിലിറ്ററി സ്റ്റേഷനാണ്. അത് ഗണ്ണർ യൂണിറ്റ്സ് മാത്രമുള്ള ഒരു മിലിറ്ററി സ്റ്റേഷനായിരുന്നു അത്. താൽബേട്ട് ഝാൻസിയിൽ വരും. ഝാൻസി മധ്യപ്രദേശിൻ്റെ ബോർഡർ ബേത്വായുടെ നദിയുടെയൊക്കെ അടുത്താണ്. പക്ഷേ അത് UP ആയിരുന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ യൂണിറ്റിൽ കമാൻഡ് ചെയ്യുന്ന അന്ന് ലെഫ്റ്റനൻറ്റ് കേണലാണ് കമാൻഡിങ് ഓഫീസർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നമ്പർ 2 ഒരു സീനിയർ മേജറാണ്. ഈ ഒരു ആർട്ടിലറി റെജിമെൻറ്റിൽ 3 ബാറ്ററി ഈ ഗണ്ണുള്ള 3 ബാറ്ററികളുണ്ട്. PQR പപ്പ ക്യൂബിക് റോമിയോ എന്നാണ് ഞങ്ങൾ ആർമി പാർലൻസിൽ അതിനെ വിളിക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ അഡ്ജുറ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാപ്റ്റനാണ്. ക്യാപ്റ്റന് ഹെഡ്ക്വാർട്ടറുണ്ട്. ഈ കമാൻഡിങ് ഓഫീസറിൻ്റെ ഹെഡ്ക്വാർട്ടറിൽ ഒരു അഡ്ജുറ്റൻറ്റ് ക്യാപ്റ്റൻ, പിന്നെ ഈ വെഹിക്കിൾസ് റാഷൻ അതൊക്കെ നോക്കി ക്വാർട്ടർ മാസ്റ്റർ ഉണ്ടാവും. പിന്നെ ഒരു ലൈറ്റ് റിപ്പയർ വർക്ക്ഷോപ്പ്, ഈ ഗണ്ണുണ്ട്. ഒരു 100ഓളം വണ്ടികൾ ഞങ്ങൾക്കുണ്ട്. ഈ ഗണ്ണുകളെ ട്രോ ചെയ്യുന്നുണ്ട്. ഓരോ ഓഫീസർക്ക് മിക്കവാറും ഈ ബാറ്ററി കമാൻഡർ CO അവർക്കൊക്കെ ജീപ്പ് ഉണ്ടാകും. പിന്നെ സർവേ എന്നും പറഞ്ഞൊരു സർവേ ട്രൂപ്പിന് വണ്ടൻസ് ഉണ്ടാകും. ഈ ഗൺ വലിച്ചുകൊണ്ട് പോകാനുള്ള ട്രാക്ടേഴ്സ് ഉണ്ടാകും. എല്ലാം കൂടി ഒരു 100 ചില്ലാനം വെഹിക്കിൾസ് ആർട്ടിലറിക്കുണ്ട്. അതാണ് ആർട്ടിലറിയുടെ ഒരു വലിയ അട്രാക്ഷൻ. ഒരു ആർട്ടിലറി റെജിമെൻറ്റിൻ്റെ കമാൻഡിങ് ഓഫീസർ അതിൻ്റെ ഇൻചാർജ് അന്ന് ഒരു ലെഫ്റ്റനൻറ്റ് കേണലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കീഴിൽ ആണ് ഞാൻ ഈ പറഞ്ഞ പോലെ 3 ബാറ്ററി ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഒരു 575 പേര് ഉണ്ടെന്നായിരുന്നു എൻ്റെ ഓർമ്മ.
അവരുടെ ട്രെയിനിങ്, ഡിസിപ്ലിൻ, വെൽഫെയർ എല്ലാത്തിനും ഇദ്ദേഹമാണ് അവസാനത്തെ വാക്ക്. നല്ല കാര്യത്തിനാണെങ്കിലും അതെ, എന്തെങ്കിലും ചീത്തയായിട്ട് റെജിമെൻറ്റിൽ ഉണ്ടായാലും അദ്ദേഹത്തിനാണ് അതിൻ്റെ കീർത്തിയും എല്ലാം ഉള്ളത്. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ എന്നെ നിയമിക്കുന്നത് ഈ കമാൻഡിങ് ഓഫീസറിന് ഒരു ഇൻ്റലിജൻസ് ഓഫീസർ എന്ന് പറഞ്ഞ അവരുടെ മാപ്പ് മാർക്കിങ് അതിനൊക്കെ ചെയ്യുന്ന ഒരു തുടക്കത്തിലുള്ള ഒരു പോസ്റ്റാണ്. ഹെഡ് ക്വാർട്ടറിൽ തന്നെ ഇൻ്റലിജൻസ് ഓഫീസർ എന്ന കീഴിലാണ് എനിക്ക് കുറച്ച് മാസത്തേക്ക് കമാൻഡിങ് ഓഫീസറിൻ്റെ കൂടെ ഒന്ന് കണ്ട് പഠിക്കാനും ഒക്കെ ഉള്ളതിനായിരിക്കും അവിടെ വെച്ചത്. ഇല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് തന്നെ ഒരു ബാറ്ററി PQR എന്ന് പറഞ്ഞല്ലോ, പപ്പ ക്യൂബെക് റോമിയോ ബാറ്ററിയിലെ GPO ആയിട്ടാണ് എന്നെ നിയമിക്കുന്നത്. ഈ ഒരു യൂണിറ്റ് ഈ 500 പേര് ഒരു ക്യാമ്പിലാണ്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ വേലി കെട്ടിയിട്ടുള്ള ഒരു പോലെയാണ്. ഒരു സ്ഥലത്ത് ഈ ഗൺ പാർക്ക് എന്നാണ് പറയുന്നത്. അതിനുള്ളൊരു പ്രത്യേക 18 ഗണ്ണും അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു 100-ൽ അധികം വണ്ടികളുണ്ടെന്ന് പറഞ്ഞാൽ അതിന് മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് MT പാർക്ക് എന്ന് പറയും. അപ്പോൾ അവിടെയും ഈ ബാറ്ററി വൈസ് എന്ന് പറഞ്ഞാൽ ബാറ്ററി പോലെ പപ്പ ക്യൂബെക് റോമിയോ ഹെഡ് ക്വാർട്ടർ അതിൻ്റെ വണ്ടികളെല്ലാം സെപ്പറേറ്റ് വച്ചിരിക്കും. അതിൻ്റെ ഓഫീസ്, അതിൻ്റെ പെട്രോൾ ഡംപിനുള്ള വേറെ സ്ഥലമുണ്ട്. ലൈറ്റ് റിപ്പയർ വർക്ക്ഷോപ്പ് ഒരു സ്ഥലത്തുണ്ടാവും. പിന്നെ ബാരക്സിലാണ് അന്ന് ORs ഒക്കെ താമസിക്കുന്നത്. പിന്നെ അവിടെ ഓഫീസ്, കമാൻഡിങ് ഓഫീസറിൻ്റെ ഓഫീസ് ഉണ്ടാവും. പിന്നെ അതിനാണ് ഈ A&Q ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ താഴെയുള്ള ഈ അഡ്ജുറ്റൻ്റ് താഴെയുള്ള ആൾക്കാർ, അതിൻ്റെ ഹെഡ് ക്ലറിക്കൽ വർക്ക്സൊക്കെ ചെയ്യുന്ന അവർക്ക് ഓഫീസ് ഉണ്ടാകും. പിന്നെ ഓരോ ബാറ്ററിക്കും അതിൻ്റെ പുറകിൽ ഈ ബാറ്ററി കമാൻഡർ, ഇത്ര ആളുകൾ 100-120 പേര് ഒരു ബാറ്ററിയിലുണ്ടാകും. അവരുടെ ഡോക്യുമെൻറ്റേഷൻ, പിന്നെ ഈ റാഷൻ്റെ റിട്ടേൺ, ആ കാര്യങ്ങൾ, അക്കൗണ്ടിങ് അതൊക്കെ ചെയ്യുന്നതിന് ഒരു ബാറ്ററി ഓഫീസ് ഉണ്ടാകും. പിന്നെ ഇതിലെ ഒരു മന്ദിർ ഞങ്ങളുടെ ആർമിയിലുള്ള ഇതാണ്. നമ്മുടെ അതിലെ റിലീജിയൻ അനുസരിച്ച് മന്ദിരോ ചർച്ചോ, ഇപ്പോൾ സിഖും ഹിന്ദുസും ഉണ്ടാണെങ്കിൽ ഒരു ഗുരുദ്വാര ഉണ്ടാകും, ഒരു മന്ദിരം ഉണ്ടാകും. അങ്ങനെയുള്ള സ്ഥലങ്ങൾ. പിന്നെ അത് സർവധർമ്മ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് എല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു രീതിയിലേക്ക് പിന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു ഈ സിഖുള്ള യൂണിറ്റിൽ, ഹിന്ദുവും കൂടെ കമ്പൈൻഡ് യൂണിറ്റിൽ ഞാൻ പിന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി പിന്നെ പറയാം. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെയുള്ള പിന്നെ അതിൻ്റെ ഒരു കോട്ട ഗാർഡ് എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്. എന്ന് വെച്ചാൽ അവിടെയാണ് ഞങ്ങളുടെ വെപ്പൺസ്, റൈഫിളിൻ്റെ അമ്യൂണിഷൻ, ഗ്രനേഡ്സ് അതൊക്കെ വയ്ക്കുന്നത് അവിടെയാണ്. പിന്നെ അത് ഒരു സെറമോണിയൽ സ്ഥലമാണ്. രാവിലെ ഞങ്ങളുടെ ഡിവിഷൻ്റെ പതാക ഉയർത്തും 6 മണിക്ക്, റെവിലെ എന്നാണ് പറയുന്നത്. അത് വൈകുന്നേരം ഒരു റിട്രീറ്റ്, ഒരു 6 മണിക്ക് ബ്യൂകളൊക്കെ വെച്ചുകൊണ്ട് അത് താഴ്ത്തും. അത് കഴിഞ്ഞിട്ട് അവിടെ സെക്യൂരിറ്റി 24/7 ആണ് അവിടുത്തെ സെക്യൂരിറ്റി. അവിടെ IMAയിൽ ഞാൻ പറഞ്ഞതുപോലെ ആദ്യത്തെ ഫസ്റ്റ് പരേഡ് ഒരു 6 മണിക്ക് 40 മിനിറ്റ് ഫിസിക്കൽ ട്രെയിനിങ് ആണ്. ഇതിനെ COs പരേഡ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ എല്ലാവരും, അത് ലാസ്റ്റ് ഡ്യൂട്ടിയിൽ ഉള്ളവരെ ഒഴിച്ച് എല്ലാവരും ഹാജരായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അത് 40 മിനിറ്റ് PT. അത് കഴിഞ്ഞിട്ട് 8 മണിയോടെ ഫസ്റ്റ് പരേഡ്, സെക്കൻഡ് പരേഡ് എന്ന് പറയും. അപ്പോൾ അവിടെ എല്ലാവരും, പിന്നെ ഈ ഒരു സുബേദാർ മേജർ അവിടെ ഒരു പരേഡ് ഗ്രൗണ്ടിൽ വന്ന് എല്ലാവരും നിൽക്കും. ബാറ്ററി വൈസാണ് നിൽക്കുന്നത്. അവിടെ 2IC ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് അന്നത്തെ മെയിൻ്റെനൻസിന് ആരെങ്കിലും പോകണോ, വർക്ക്ഷോപ്പിൽ നമ്മുടെ വെഹിക്കിൾസ് ഗണ്ണുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട ആരെങ്കിലും പോകണോ, റാഷൻ കളക്ഷന് പോകണോ, അതിനുള്ള ആളുകളെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അതുകൂടാതെ പിന്നെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മുടെ യൂണിറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ക്ലാസ്സുകൾ നടക്കണം. ചില മെയിൻ്റെനൻസിൻ്റെ ചില ആൾക്കാർ, നമ്മുടെ ഏരിയ മെയിൻ്റെനൻസ് നമ്മൾ തന്നെയാണല്ലോ ചെയ്യുന്നത്. അതിന് വേറെ ആരെങ്കിലും പുറത്തുനിന്ന് വന്ന് നമ്മുടെ ഏരിയ മെയിൻ്റെയിൻ ചെയ്യില്ലല്ലോ. അപ്പോൾ അതിന് ഗ്രാസ് കട്ടിങ്, അതുപോലെ അതിന് ആളുകളെ വിടും. അതൊരു 12 മണിവരെ ആ ഒരു ജോലികൾ നടക്കും. 12 മുതൽ 12:30 വരെയുള്ള ടൈമിൽ ഓഫീസിൽ വന്ന് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ, പിന്നെ ബാറ്ററി കമാൻഡറെ കാണണോ, അല്ലെങ്കിൽ ബാറ്ററി കമാൻഡർ ഇപ്പോൾ ലീവിന് പോകാനുള്ള എന്തെങ്കിലും റിക്വസ്റ്റ് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും. രാവിലെ ഒരു ബോയിയൊക്കെ സാധാരണ ഉണ്ടാവും. ഒരു ചായ എല്ലാവർക്കും അവരുടെ മഗ്ഗുണ്ട്. അതിൽ രാവിലെ
ബെട്ടി പോലുള്ളത് അവർക്ക് കിട്ടും. ഇല്ലെങ്കിൽ അതൊരു തരം ഒരു അലുമിനിയത്തിൻ്റെ ഒരു ഇതാണ്, എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് അതിൻ്റെ ഷേപ്പ്. അത് കഴിഞ്ഞ് PT കഴിഞ്ഞ് വന്ന ഉടനെയാണ് അവർ ലങ്കറിലേക്ക് പോകും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. സാധാരണ പൂരി ഒരു സബ്ജി, അതാണ് സാധാരണ ഉണ്ടാവുക. 11 മണിക്ക് ചായ ഉണ്ടാവും. ചായയുടെ കൂടെ എന്തെങ്കിലും സ്നാക്സ് ലൈക്ക് കൂടുതലും പക്കോട ആണുണ്ടാവുക, ഇല്ലെങ്കിൽ സേവ് പോലുള്ള കാര്യങ്ങൾ അതും കിട്ടും. അത് ഞങ്ങളും ഓഫീസേഴ്സും ഷെയർ ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഓഫീസിൽ ഇരിക്കേണ്ടത് ഞങ്ങൾക്ക് ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ ഞങ്ങൾക്കും ചായ ഇത് എത്തിയിരിക്കും. ലഞ്ച് ഇപ്പോൾ ഈ 12:30 ആകുമ്പോഴത്തേക്കും ലഞ്ച് കിട്ടും. ഒരു സബ്ജി, ദാൽ, പൂരിയല്ല ചപ്പാത്തി, റൈസ്. ലഞ്ച് കുക്ക് ഹൗസിൽ പോകണം. കുക്ക് ഹൗസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ഡൈനിങ് ഹാളുണ്ട്, ഇരുന്ന് കഴിക്കാനുള്ള ബന്ദോബസ്ത് ഉണ്ട്. അതിന് ഞങ്ങൾ കുക്ക് ഹൗസ് ഡൈനിങ് ഹാൾ എന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ടൈം അനുസരിച്ച് ചിലപ്പോൾ അവിടെ തന്നെ വെച്ച് കഴിക്കും. പക്ഷേ മിക്കവരും ഇരുന്ന് ആ ഒരു ഡൈനിങ് ടേബിളും പീസ് ഏരിയയിലൊക്കെ ആണെങ്കിൽ അതെല്ലാം സെറ്റാണ്, അവിടെ ഇരുന്ന് കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഒരു 3-4 മണിക്കിടയ്ക്ക് ചായ മാത്രമേ ആ സമയത്തുണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 6:30 മണിക്കൊക്കെയാണ് ഈ വൈകുന്നേരത്തെ ഡിന്നർ. നേരത്തെ കഴിക്കും. ഇൻഫർമേഷൻ റൂം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എന്തെങ്കിലും വായിക്കാനോ എല്ലാവർക്കും ലെറ്റർ എഴുതാനോ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ. ഇൻഫർമേഷൻ റൂം എന്ന് പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ കോറിൽ നിന്ന് 2 ഹവിൽദാർസ് ഞങ്ങളുണ്ട്. അവരുടെ ചുമതലയാണ് ഇങ്ങനെയുള്ള ആ ഒരു എഡ്യൂക്കേഷനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ള ബുക്കുകളും പീരിയോഡിക്കൽസ് ഇതൊക്കെ റീഡിങ് റൂം പോലെ ഒരെണ്ണമുണ്ട്, അവിടെ പോകാം. അത് കഴിഞ്ഞാൽ ഒരു 10 മണിക്ക് ലൈറ്റ്സ് ഔട്ടാണ്. അത് കഴിഞ്ഞ് ലൈറ്റൊന്നും പാടില്ല. പക്ഷേ രാത്രി അത് കഴിഞ്ഞിട്ട് ഈ ഡ്യൂട്ടി ഓഫീസർ ഒരു ദിവസം ഒരു ഓഫീസർ ഉണ്ടാകും, അതിൻ്റെ കൂടെ ഒരു JCO ഉണ്ടാകും. പിന്നെ അവൈലബിലിറ്റി അനുസരിച്ച് ചിലപ്പോൾ JCO മാത്രമേ ഉണ്ടാകുള്ളായിരിക്കും, അത്ര ഓഫീസേഴ്സ് വേറെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ഈ ഗാർഡുകളെ, പുതിയ ഗാർഡ് ചാർജ് ഏൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാവണം. പിന്നെ ഈ ഒരു 4-5 സ്ഥലങ്ങളിൽ ഇപ്പോൾ MT, ഗൺ പാർക്ക്, ലൈൻസ്, മെസ്സുകൾ, അവിടെയൊക്കെ ഇങ്ങനെ 1 and 3 ഞാൻ പറഞ്ഞല്ലോ, 1 NCO, 3 അതർ റാങ്ക്സിൻ്റെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. അവരുടെ സെക്യൂരിറ്റി ആ ഗാർഡ് ബുക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഏത് ടൈമാണ് ഈ അവരുടെ അലേർട്ട്നെസ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് അഡ്ജുറ്റൻറ്റിൻ്റെ ഒരു ഡയസ് ഉണ്ട്. അത് ഇങ്ങനെ കറക്കി താഴ്ത്തിടുമ്പോൾ ഏതാ ടൈം വരുന്നത് 2 to 3 ആ ടൈമിൽ പോയി അദ്ദേഹം അത് അവരുടെ ബുക്കിൽ, ഡ്യൂട്ടി ബുക്കിൽ സൈൻ ചെയ്യണം വിത്ത് ടൈം. അപ്പോൾ അവർ ഓൺ ഡ്യൂട്ടി ആയിരുന്നോ, അലർട്ടായിരുന്നോ അല്ലയോ എന്നുള്ള കാര്യം റിപ്പോർട്ട്. ഈ അതിൽ കൂടെ വേറെ പല കാര്യങ്ങളുണ്ട്. നമ്മുടെ സാനിറ്റേഷൻ, ശുചിത്വം എങ്ങനെ ഉണ്ടായിരുന്നു, ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു, കോത്തിൽ അത് ഈ എല്ലാം വച്ച് കഴിഞ്ഞ് സീൽ ചെയ്യുമ്പോൾ പുള്ളി അവിടെ ഉണ്ടായിരിക്കണം, അതെല്ലാം റെഡിയാണോ, അങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് പിറ്റേ ദിവസം അഡ്ജുറ്റൻറ്റിന് കൊടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ 10 മണിക്ക് ലൈറ്റ്സ് ഔട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ്സ് ഒന്നും പാടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് റെസ്റ്റ് എടുക്കുക. പിന്നെ പിറ്റേ ദിവസം PT വേണ്ടി തയ്യാറാകുക. അങ്ങനെയാണ് ഒരു ദിവസം പോകുന്നത്. എനിമി ഏരിയയിലായിരിക്കും ഈ കമാൻഡോസ് റെയ്ഡിനൊക്കെ, അറ്റാക്കിനൊക്കെ പോകുന്നത്. അപ്പോൾ എനിമി ഏരിയയിൽ കൂടെ നടന്നു പോകേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ റാഷനൊക്കെ ഇല്ലാതെ വന്നാൽ അവിടെയൊക്കെയുള്ള എഡിബിളായിട്ടുള്ള തിന്നാൻ പറ്റിയ ഫലമൂലാദികൾ, വെജിറ്റബിളൊക്കെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യിച്ചിട്ടുണ്ട്. ഇന്നൊക്കെ ഉള്ള ഇത് പോയ്സണസ് ആണ്, ഇന്ന പോയ്സണസ് അല്ല എന്നുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവനെ പാമ്പിനെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാമെന്നുള്ള രീതിയിൽ ഒരു പാമ്പിനെ ലൈവായിട്ട് അവിടെ തന്നെ അതിനെ കൊന്ന് അത് പാകം ചെയ്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തിന്നാൻ തരും.